ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം തന്നെ ഒരു 1/2 കപ്പ് തൂവരപ്പരിപ്പ് കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 7-8 വെളുത്തുള്ളി അല്ലി, ഒരു 10-15 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 2 തക്കാളി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും 3/4 കപ്പ് വെള്ളവും ചേർക്കാം. ഇനി കുക്കർ അടിച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അതേസമയം നമുക്ക് വെണ്ടയ്ക്ക നീളത്തിൽ മുറിച്ചെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി വെണ്ടയ്ക്ക ചേർക്കുക. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ മാറി ഒന്ന് ഫ്രൈ ആവുന്നവരെ വഴറ്റുക. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് പരിപ്പും പച്ചക്കറികളും നന്നായി ഉടയ്ക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കട്ടയില്ലാണ്ട് കലക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും ചേർക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ചേർക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി താളിപ്പ് സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ സാമ്പാർ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.